ബംഗ്ലാദേശ് ഇന്ത്യ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളിലുള്ള നേതാക്കന്മാർ വലിയ രീതിയിലുള്ള വാക്പൈറ്റ് പോരിലേക്ക് നീങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും. പശ്ചിമ ബംഗാളും ബീഹാറും ഒഡീഷയുമാണത്. തങ്ങൾക്ക് അവകാശപ്പെട്ട സംസ്ഥാനങ്ങളാണ്. തങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പിടിച്ചെടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. മമതാ ബാനർജി പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനം പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ലോലിപോപ്പാണ് എന്ന് കരുതരുത്. ഞാൻ ഇപ്പോൾ എൻ്റെ പ്രതിപക്ഷ പാർട്ടികളോട്, അതായത് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളോട് അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പശ്ചിമ ബംഗാളിൽ സമാധാനപരമായി ഇപ്പോൾ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അതല്ല, നിങ്ങൾ ഇത്തരത്തിലാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ രൂപവും ഭാവവും മാറും. കാരണം ഇത് ഇന്ത്യയാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും സിഖുമില്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളുമില്ല. ഇന്ത്യക്ക് ഒരു വികാരമേ ഉള്ളൂ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത് അക്രമാസക്തമാകാത്തതിൻ്റെ കാരണവും വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാത്തതിൻ്റെ കാരണവും താൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ്. അത് എക്കാലവും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് എന്ന് മമതാ ബാനർജി പറയുന്നു. ഒപ്പം തന്നെ മമതാ ബാനർജി പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും തങ്ങൾ നൽകുമെന്നാണ്. ഇതോടുകൂടി ഇരു രാജ്യത്തും ഉള്ള നേതാക്കന്മാർ കൂടി ബംഗ്ലാദേശ് ഇന്ത്യ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇക്കാലം അത്രയും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നേതാക്കന്മാരാരും ബംഗ്ലാദേശിനെതിരെ രൂക്ഷമായ പരാമർശങ്ങളൊന്നും നടത്തിയിരുന്നില്ല. എങ്കിൽ ഇപ്പോൾ ആദ്യപടി പൊട്ടിച്ചിരിക്കുന്നത് ബംഗ്ലാദേശാണ്. അതിന് മറുപടിയുമായി മമതാ ബാനർജി തന്നെ രംഗത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.